ഇന്നത്തെ വീഡിയോ ദുബായ് അബ്രയുടെ വീഡിയോ ആണ്. അബ്രയെ എങ്ങനെ യൂസ് ചെയ്യുക, അബ്രയിൽ എങ്ങനെ പോകുന്നത് എന്നൊക്കെയുള്ള അതിൻ്റെ വീഡിയോ ആണ്. അബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കടത്ത് തോണിയുടെ പോലത്തെ ഇവിടുത്തെ ദുബായ് ആർ ടിയുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസാണ് ദുബായ് അബ്ര. അതായത് ബർദുബായിൽ നിന്നാണ് അതിൻ്റെ സർവീസ് ദേരയിലോട്ട് പോവുക, അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും വരാം. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ദേരയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പോകും വേണം, അവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 3/4 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താലേ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ജദ്ദാഫ് മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇടും. വണ്ടി അവിടെ ഇട്ടതിന് ശേഷം അവിടുന്ന് നമ്മൾ മെട്രോ വഴി നമ്മൾ ബർദുബായിൽ പോകും. ബർദുബായ് മെട്രോ സ്റ്റേഷൻ്റെ പേര് അൽ ഗുബൈബ മെട്രോ സ്റ്റേഷൻ എന്നാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് നടന്നാൽ നമുക്ക് അബ്രൻ്റെ അടുത്തെത്തും. അബ്രയിൽ കയറിയിട്ട് നമ്മൾ ദേരയിലോട്ട് പോകും. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ദേരയിലെത്താവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അതൊന്ന് എങ്ങനെയാണെന്നുള്ളത് ഞാൻ യൂസ് ചെയ്യണത് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ മെട്രോ കയറാൻ വേണ്ടി പോകണേ. ജദ്ദാഫ് മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് കയറുന്നത്. നമ്മൾ ജദ്ദാഫ് മെട്രോ സ്റ്റേഷനിൽ നേരെ അൽ ഗുബൈബേക്കാണ് പോകുന്നത്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല ആളുണ്ടാവും. പൊതുവേ ഈ സ്റ്റേഷനിൽ ആൾ കയറാൻ കുറവാണ്. 2 മിനിറ്റ്സ് ഉണ്ട് ട്രെയിന് വരാൻ. എങ്ങനെ നമ്മൾ ബർദുബായ് മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സിറ്റായി. അവൾ പുറത്തോട്ട് പോകണം. ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് അവിടെയാണ്. എനിക്ക് തോന്നുന്നത് ബസ് സ്റ്റാൻഡ് അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് 2 ആണെന്ന് തോന്നുന്നു. കൺഫേം അല്ല. അതിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലെത്താം. ബർദുബായ് എന്ന് പറയുന്നത് ഒരു മെയിൻ സ്പോട്ടാണ് ദുബായിൻ്റെ. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ബർദുബായിൽ നിന്ന് നിങ്ങൾക്ക് അബുദാബിക്ക് ബസ്സുണ്ട്, അല്ലൈൻക്ക് ബസ്സുണ്ട്, ഷാർജയ്ക്ക് ബസ്സുണ്ട്. 3 സ്ഥലത്തേക്കും ഇവിടുന്ന് പോവാം. 3 എമിറേറ്റ്സിനും പോവാം. അജ്മാനിക്കുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുനിന്നുള്ള ബസ് സ്റ്റേഷൻ്റെ യൂണിയൻ അവിടെ നിന്നാണെന്നാണ് തോന്നുന്നുണ്ട് അജ്മാനിക്ക്. ഇതാണ് നമ്മൾ അവിടുന്ന് മെട്രോ ഇറങ്ങി അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തി. നമ്മൾ അബ്രൻ്റെ ഈ സൈഡിലെത്തി. അബ്ര കയറുന്ന സ്ഥലം ഇത്തിരി അങ്ങോട്ട് നടക്കാനുണ്ട്. നല്ല രസമാണ് ഇവിടെ സ്ഥലം. ആ സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ അതാണ് അൽസീഫ് പഴയ വില്ലേജ്. ഞാനൊരു വീഡിയോ അതിനെ കുറിച്ചിട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അൽസീഫ് വില്ലേജിൻ്റെ ആ സൈഡ് കാണുന്നതാണ് ദേര ഗോൾഡ് സൂക്ക്, പഴയ മാർക്കറ്റ്, ദേരൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് എല്ലാം അപ്പുറത്തെ സൈഡിലുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുക. കോഫി ചായ ഒക്കെ കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, കഫ്റ്റീരിയകളുണ്ട്. ഇത് ഫെറി സർവീസാണ് ദുബായിൽ നിന്ന്. ബർദുബായിൽ നിന്ന് 2 സൈഡിലോട്ടാണ് ഈ ഫെറി സർവീസ് പോകുന്നത്. നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് ഷാർജയ്ക്കാണ് പോകുന്നത് ഈ ഫെറി. ഒരു ദിവസത്തിൽ 4 ടൈമിലായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ 8:15 ഒന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 4 മണിക്ക്, പിന്നെ 5:30, പിന്നെ 11:05. അങ്ങനെ 4 സമയത്തായിട്ട് ഷാർജയ്ക്ക് ഉണ്ട്. ഷാർജയ്ക്ക് 2 ടിക്കറ്റാണുള്ളത്. ഒന്ന് ഗോൾഡ് ക്ലാസ്സും സിൽവർ ക്ലാസ്സും. സിൽവറിന് 15ഉം ഗോൾഡിന് 25ഉമാണ് ടിക്കറ്റ് റേറ്റ് ഷാർജ. അതുകൂടാതെ പിന്നെ ദുബായ്ക്ക് ഉള്ളിൽ കനാല്, ബ്ലൂ വാട്ടർ ഐലൻഡ്, പിന്നെ അതേപോലെ ദുബായ് മറീന മാൾ, ഈ 3 സ്ഥലത്ത് 3 സ്റ്റേഷനെ ബന്ധിപ്പിച്ചിട്ട് സർവീസ് ഉണ്ട്. അതിങ്ങനെ കടലിലൂടെ പോയി ചുറ്റിക്കറങ്ങി ജുമേറ ഏരിയ കൂടി പോയിട്ട് അവിടെ എത്തും. അത് ഓരോ സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ദുബായ് കനാൽ വരെ പോവുകയാണെങ്കിൽ 35 ദിറംസ് ആണെന്ന് തോന്നുന്നുണ്ട്, 25 ദിറംസ്. അത് നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ 50 ദിറംസ്. അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒരു ദിവസത്തിൽ 4-5 സർവീസ് ഉണ്ട്. നമുക്ക് ഈ അബ്രൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കോഫിയും അല്ലെങ്കിൽ മറ്റുള്ള സ്നാക്ക്, ബർഗർ കാര്യങ്ങളൊക്കെ
ഫുഡൊക്കെ കഴിച്ചിങ്ങാണ്ട് നമുക്കിവിടെ ഇരിക്കാം. നല്ല മനം. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഔട്ട് സൈഡിൽ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കയറുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതിനകത്ത് നിന്ന് തന്നെ 1 ദിർഹംസ് കോയിൻ കൊടുക്കുക. നമ്മളിതാ ഇതിലിങ്ങനെ പോയിട്ട് കയറുക, ഇതാ അതേപോലെ ഇരിക്കുക. കയറുമ്പോൾ നോക്കണം സൈഡിൽ കാല് തള്ളിയിട്ട് ഇടയിൽ പോകരുത്. അപ്പുറം 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. 2 സ്റ്റേഷൻ്റെ അപ്പുറത്ത്. ഒന്ന് ഇവിടെ ഉള്ളത്, നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരെ ഗോൾഡ് സൂക്കിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തൊരു സ്റ്റേഷനുണ്ട്. അവിടുന്ന് പോകുന്ന തോണികൾ ബനിയാസിലോട്ടാണ്. അപ്പോൾ ബനിയാസ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് കയറണം. ഇവിടുന്ന് കയറുന്നത് നേരെ ഗോൾഡ് സൂക്കിലേക്കാണ് പോകുന്നത്. അതുപോലെ റിട്ടേൺ വരുന്നതാണത്. ഓരോന്നിങ്ങനെ വരും. ഒക്കെ ടൂറിസ്റ്റുകളാണ്. ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. ഇതിപ്പോൾ അടുത്തത് വന്നു. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം പോയപ്പോൾ അടുത്തത് കൊടുത്ത് നിർത്തി. അതേപോലെ കുറച്ച് ആളുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പോകും. ഇപ്പോൾ ആ വന്ന അത് പോകുന്നത് വെറും 4 ആളെക്കാണ്. അത് അവർ പ്രൈവറ്റായിട്ട് വിളിച്ച് പോകുന്നു. ചെറിയ പൈസയേ ഉള്ളൂ അങ്ങനെ പോകുമ്പോൾ. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതേമാതിരി നമുക്ക് കൂട്ടായിട്ട് പോകണമെങ്കിൽ, മിക്സഡായിട്ട് കൂട്ടായി പോകണമെങ്കിൽ 1 ദിർഹംസ് ഒരാൾക്ക് 1 വേ കാശ് കൊടുക്കണം. ഇയാൾ തന്നെയാണ് ഈ കാശും വേണമെന്ന്. എല്ലാവരും ഇങ്ങനെ കൊടുക്കുക. അയാൾ ഇതിനകത്ത് നിന്നിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്റ്റേഷൻ്റെ പേര് ദുബായ് ഓൾഡ് സൂക്ക് എന്നാണ്. അതായത് നമുക്ക് ഗോൾഡ് സൂക്ക് ഇവിടുത്തെ മെയിൻ പഴയ മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റിക്കൊക്കെ വരണമെങ്കിൽ ദുബായ് ഉള്ളവർക്ക് വരാൻ ഏറ്റവും ബെറ്റർ ഇതാണ്, ഈ അബ്ര യൂസ് ചെയ്യാനുള്ളതാണ്. ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്കിനി ഇതിൽ കയറിയിട്ടാണ് പോകുന്നത്.